പ്രശ്നത്തിന്റെ പ്രധാനമായ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലുദാ ആ പ്രശ്നത്തിന്റെ പ്രധാനപ്പെട്ട കാരണം പറഞ്ഞു തരികയാണ്. ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വ ഖുലുഖാ. അള്ളാന്റെ റസൂല് പറയുന്നു, വിവാഹാലോചന നടത്തുമ്പോൾ നിന്റെ പൊന്നുമോൾക്കൊരു കല്യാണാലോചന വരുമ്പോ നീ ഒന്ന് നോക്കുക. ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു, ദീനിന്റെ കാര്യത്തിൽ പരിപൂർണ സംതൃപ്തനായ ഒരു ആൺകുട്ടി നിന്റെ മകളെ കല്യാണം കഴിക്കാൻ വരുന്നെങ്കിൽ, അള്ളാഹുവുമായി പരിപൂർണമായി ബന്ധം പുലർത്തുന്ന, കൃത്യമായി നിസ്കരിക്കുന്ന, സുന്നത്തനുസരിക്കുന്ന, വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പുണ്യപ്രവാദന പ്രചാരണ പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ള, വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയുള്ള ആ രീതിയിലുള്ള പ്രതിരോധത്തിന്റെ പോരാട്ടങ്ങളുമായി ബന്ധം പുലർത്തുന്ന, യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളോട് ബന്ധം പുലർത്തുന്ന, തൗഹീദിൽ അടിസ്ഥാനമായുള്ള ഒരു ജീവിതം നയിക്കുന്ന, ദീനിന്റെ കാര്യത്തിൽ പരിപൂർണ സംതൃപ്തനായ ഒരു പയ്യൻ നിന്റെ മകളെ കല്യാണം കഴിക്കാൻ വന്നാൽ, അതേ പടച്ച തമ്പുരാനുമായുള്ള ബന്ധം അവന് പരിപൂർണമായും സംതൃപ്തി ഉളവാക്കുന്ന ബന്ധമാണോ? ഒന്നാമതായി പടച്ചവനുമായുള്ള ബന്ധം നോക്കുക. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു വ ഖുലുഖഹു, സ്രഷ്ടാവുമായുള്ള ബന്ധം മാത്രമല്ല, പിന്നെയോ സൃഷ്ടികളുമായുള്ള അവന്റെ ബന്ധം എങ്ങനെയാ? അവന്റെ സ്വഭാവം എങ്ങനെയാ? സൽസ്വഭാവത്തിനുടമയാണോ? സൽസ്വഭാവത്തിനുടമയാണോ? എല്ലാവരുമായിട്ടുള്ള അവന്റെ ബന്ധം എങ്ങനെയാ? അവന്റെ കൂട്ടുകാരൊക്കെയാ? അവന്റെ വീട്ടുകാരുമായുള്ള ബന്ധം എങ്ങനെയാ? അവന്റെ നാട്ടുകാരുമായുള്ള ബന്ധം എങ്ങനെയാ? ഈ രണ്ട് കാര്യങ്ങളും തൃപ്തിയായ ഒരു നിലപാട് നിനക്ക് സ്വീകരിക്കാൻ പറ്റിയാൽ, ഈ രണ്ട് കാര്യങ്ങളിലും ആരിൽ നിന്നും തൃപ്തികരമായ ഒരു മറുപടി നിനക്ക് കിട്ടിയാൽ, പടച്ചവരുമായുള്ള ബന്ധം നിനക്ക് തൃപ്തി നൽകുന്ന ബന്ധമാണെങ്കിൽ, സൃഷ്ടികളുമായുള്ള ബന്ധം നിനക്ക് തൃപ്തി നൽകുന്ന ബന്ധമാണെങ്കിൽ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സമുദായമേ, അവിടെ നീ പണത്തിന്റെ പിന്നാലെ പരക്കം പായല്ലേ, അവിടെ നീ വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ പരക്കം പായല്ലേ. പണമുണ്ടായാൽ മാത്രം മതി, കള്ളു കുടിച്ചാലും കുഴപ്പമില്ല, സിഗരറ്റ് വലിച്ചാലും കുഴപ്പമില്ല, താടി വടിച്ചാലും കുഴപ്പമില്ല, ജുമഅക്ക് പോലും പള്ളിയിൽ കേറിയില്ല എങ്കിലും കുഴപ്പമില്ല. നല്ല ആഡംബരമായ കാറുകളുടെ ഉടമസ്ഥനാണോ? വലിയ കൊട്ടാര സമാനമായ വീടുകളുടെ ഉടമസ്ഥനാണോ? കാണാൻ നല്ല മൊഞ്ചുള്ള പയ്യനാണോ? അവന് വേണ്ടി തന്റെ പൊന്നുമോളെ തീരെഴുതി കൊടുക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിഞ്ഞുകൊള്ളുക. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നതെന്താ? അല്ലാഹുവുമായുള്ള ബന്ധത്തിൽ തൃപ്തനായ ഒരു പയ്യനെ കിട്ടിയാൽ, സൽസ്വഭാവത്തിനുടമയായ ഒരു പയ്യനെ കിട്ടിയാൽ, അവിടെ നീ വേറെ ഒന്നിന്റെയും പിന്നിൽ പരക്കം പായല്ലേ. ഫസൗവിജൂ ഫസൗവിജൂ ഫസൗവിജൂ, അവർക്ക് നീ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കണേ. അങ്ങനെയുള്ള പയ്യന് നീ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കണേ. ഇനി അങ്ങനെ ചെയ്യാൻ മനസ്സ് വരുന്നില്ല എങ്കിൽ, ഇല്ലാ തഫ്അലൂ, അങ്ങനെ കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നില്ല എങ്കിൽ, ദീൻ നോക്കി കല്യാണം കഴിച്ചു കൊടുക്കാൻ മനസ്സ് വരുന്നില്ല എങ്കിൽ, സൽസ്വഭാവം നോക്കി കല്യാണം കഴിച്ചു കൊടുക്കാൻ മനസ്സ് വരുന്നില്ല എങ്കിൽ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, തകും ഫിത്നതും ഫിൽ അർളി വ ഫസാദുൻ കബീർ, ഈ ലോകം മുഴുവനും പ്രശ്നമായി തീരുന്നതാ. ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നതാ. ലോകം മുഴുവനും പ്രശ്നമുണ്ടായി തീരുമെന്ന് അല്ലാഹുവിന്റെ റസൂല് മുത്ത് മുഹമ്മദ് മുസ്തഫ